പക്ഷെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകുതി കയറി താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് ഇന്നെങ്ങനെ കാണിക്കണതും ഇതാക്കണതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് എത്തിക്കണം, ഓൾറെഡി ഞാൻ മേലെ എത്തിക്കണു. അപ്പോഴാണ് ഞാൻ കണ്ടേ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഓടാൻ നിർത്തിക്കണു. എന്നിട്ട് ഞാൻ ഇവിടെ എത്തി പാട്, എന്നിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവരെന്ത് ഫാസ്റ്റിൽ ഓടിയിട്ടുണ്ടാവും ഞാൻ ആലോചിക്കണേ. അയ്യോ യെസ് 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 ഐ മേഡ് ഇറ്റ് ടു വർഷിനി. എനിക്കൊരു പേടിയില്ല, ഇനിയൊക്കെ സെറ്റാ. പക്ഷെ അയ്യോ ശരിക്കും ഐ ആം പ്രൗഡ് ഓഫ് യു. അയ്യോ കൊയങ്ങി ഞാൻ, പാവൻ ഞാൻ. മാറി നിൽക്ക, എല്ലാവരും മാറി നിൽക്ക. അതാ ആ മലമരിക്കട കണ്ടില്ലേ, ആ കൂട്ടം പോയി പോകും. അത് ഞാൻ ബ്രിഡ്ജ് ഇപ്പോൾ കണ്ടേക്ക് 4 ആൾക്കാർ 3-4 ആൾക്കാരോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ എവിടുന്ന് ഔട്ട് ഓഫ് നോവർ ഈ കാട്ടിൽ നിന്നൊക്കെ പാടെ എത്തി നിനക്കറിയില്ല. പക്ഷെ ചിലപ്പോൾ ശരിക്കും ചിലപ്പോൾ മേലക്ക് ചില്ലാക്ക കയറിയതേക്കാരോ, ഉറപ്പില്ലല്ലോ. ഉറപ്പുണ്ടാവും. ഞാൻ ഓരോരുത്തർന്ന് മോശമായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വന്നു പിന്നാലെ വന്നു, അത് പിന്നെ ചിലപ്പോൾ എൻ്റെ പിന്നാലെ വന്നില്ലല്ലോ. എനിക്കിടക്ക് തോന്നിയാൽ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന്. ഞാൻ അതൊന്നും അല്ല കരുതുന്നു. പക്ഷെ ചിലപ്പോൾ സത്യം അത് തന്നെ ആണെങ്കിലോ അറിയില്ലല്ലോ. അപ്പോൾ വെറുതെ എന്തിനാ ഇല്ലാത്തത് ഓരോ പറഞ്ഞതാക്കണേ, ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് ഞാൻ അറിയിച്ചു. പക്ഷെ അത് ഞാൻ ക്ലിയർ ആക്കുകയാണ്, അത് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. കാരണം എനിക്ക് വിശ്വസിക്കണേന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അറിയാത്ത നല്ല സ്ഥലം, നല്ല ആൾക്കാരും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഡൽഹിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ തന്നെ ഡൽഹിയിൽ എന്തെങ്കിലും അങ്ങനെ ആലോചിച്ച് കൂട്ടി വെക്കണതാണ്. അപ്പോൾ ആ ഒരു ഇത് ഇവിടെ ഇങ്ങനെ ഇതാവണതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിക്കണു, ഇവിടെ ഉണ്ട് എൻ്റെ ബാക്കിൽ. പക്ഷെ ഇപ്പോഴും ഞാൻ കരുതുന്നത് ചിലപ്പോൾ ഒരു വെറുതെ പറഞ്ഞാൽ ആയിക്കൂടെ, എനിക്കറിയില്ല. ഇക്കാകെ അറിയണൊരു വഴിയുടെ ഉയർത്ത് പോകാനുള്ളതായിരുന്നു. അതും ഞാൻ വളരെ സക്സസ്ഫുള്ളായി തെറ്റിച്ചിട്ട് വേറെ ഇവിടെ എത്തിക്കണം. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, കറങ്ങി എന്താണെങ്കിലും ഞാൻ ഉയർത്തന്നെ എത്തും. പക്ഷെ കുറേ കറങ്ങണം എന്നെ. ഇതിനു മുമ്പ് വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിംഗ് എന്ന് പറയാം. പക്ഷേ ഇത് ഞാൻ നല്ല നടന്നു വളഞ്ഞു തിരിഞ്ഞ്. എന്താണെങ്കിലും മുമ്പ് ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്തേക്കൊക്കെ ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇരിക്കണം, ഞാൻ ഇരിക്കും, നടക്കും. നടക്കണേനേക്കാളും കൂടുതൽ ഇരിക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഇരുന്നത് വളരെ കുറവാണ്, വളരെ കുറച്ച് പ്രാവശ്യം ഇരുന്ന്. ഇവിടുന്ന് അതൊക്കെ പോയി കറങ്ങി അവിടെ പോയി ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന ഞാനാ. പക്ഷെ സഡൻലി ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നത് ഭയങ്കര പണിയായി തോന്നുന്നു. ഞാൻ റൂമിലൊക്കെ എത്തി സെറ്റായേ. ഇതൊക്കെ എൻ്റെ കൈയും ഒരു മുറിയായതാണ്. പക്ഷെ ഇതിൻ്റെ ഷേപ്പ് നോക്കും, ഇങ്ങനെ വീങ്ങിയ മാതിരിയില്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ഷേപ്പില്ലേ. എന്നിട്ട് അതിൻ്റെ മേലെ നോക്ക് ബ്ലഡ്, അത് കണ്ടു കഴിഞ്ഞാൽ ഈ വെയിൽ വെള്ളം ഇങ്ങനെ വിടൂലേ, അതേമാതിരി ഇല്ലേ. കണ്ട എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വെയിൽസിൻ്റെ കൂടെ നീന്തണമെന്ന്. അപ്പം അത് അറിഞ്ഞാണ്ട് അതേ ഷേപ്പിൽ മുറിയ മാതിരി ഇല്ലേ. ദിസ് ഈസ് ഫ്രം വേർ വി സ്റ്റാർട്ടഡ് റൈറ്റ്. തിരിച്ചവിടെ തന്നെ എത്തി. ഞാൻ കുളിച്ച് എൻ്റെ അമ്മ ഹാപ്പിയാവും. അങ്ങനെ ഷാളൊക്കെ ഇട്ടിരിക്കണം വേണ്ട. അയ്യോ ലെറ്റ് മീ ഷോ യു. ഞാൻ എങ്ങോട്ടൊക്കെ പോയിട്ട് വന്നേ നോക്ക്. ഇവിടുന്ന് അങ്ങനെ, അവിടുന്ന് അങ്ങനെ, അവിടുന്ന് ഇങ്ങനെ അതും ഒറ്റ സ്ട്രെച്ചിൽ നടന്നിട്ട്. ഇതൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്തെന്നൊക്കെ തോന്നുന്നത്. എത്ര നടക്കണമെന്നാ, കുറേ ഉണ്ട്. ഇത് ദൂരത്തുനിന്നല്ലേ നമ്മൾ നോക്കണേ. അയ്യോ എന്താണേലും നല്ലേന്നു. ഇപ്പം 5 മണി 5:15 ഒക്കെ ആയി. ഇപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, മലയൊക്കെ നോക്കിയിട്ട്. നല്ല രസമുണ്ട്. ഈ പീക്ക് കാണാൻ നല്ല രസമാണ്. ഈ പീക്ക് നോക്ക്, ഈ പീക്കാണോ? ഈ പീക്ക് നല്ല ഭംഗിയല്ലേ. ആ പീക്ക് കണ്ടുകഴിഞ്ഞാൽ എനിക്കെന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ഈ ഡ്രാഗൺസൊക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരില്ലേ. കാരണം അവിടെ അങ്ങനെ ഒരു പീക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഡെപ്ത് ഉണ്ടായിരിക്കും. ക്യാമറ കാണൂല, പക്ഷേ നേരെ കാണുമ്പോൾ കാണാം. പിന്നെ അവിടെ സ്നോ ക്യാപ്പ് മൗണ്ടെയിൻസ് ഉണ്ട്, നല്ല രസമാണ്. പിന്നെ അതവിടെ സൺഫ്ലവേഴ്സ്. പക്ഷേ ഇതുണ്ടല്ലോ,
കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നറിയോ? എൻ്റെ മെയിൻ സംഭവം അതേന്നു. അത് ക്രേവ് ചെയ്ത് കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വരുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഏതെങ്കിലും മലൻ്റെ മുകളിൽ ആരുമില്ലാത്ത സ്ഥലത്ത്, അങ്ങനെ ആൾക്കാരുമില്ല, മൃഗങ്ങൾ ഉണ്ടാവാൻ ഒബ്വിയസ്ലി പറ്റൂലല്ലോ. ഞാൻ ഡൽഹിയിൽ നിന്ന് ആലോചിച്ചത് മൃഗങ്ങളൊക്കെ ഞാൻ വെച്ചുണ്ടാക്കിയ മൃഗങ്ങളായിട്ട് ഒന്നിൻ്റെ അറ്റാക്കിയതല്ല. അപ്പോൾ ആരുമില്ലാത്തൊരു മലൻ്റെ മുകളിൽ പോയിട്ട് എനിക്ക് ആർത്ത് പൊളിച്ച് എനിക്ക് കരയേണ്ടിയിരുന്നു, നല്ലോണം കരയേണ്ടിയിരുന്നു. കാരണം ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ ഗോള് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക അങ്ങനെയല്ല. എനിക്ക് എല്ലാ ഇമോഷൻസും വേണം. നല്ല ഇരുന്ന് കരയണോ, അല്ല അത് വേണമെങ്കിൽ നല്ല സ്ട്രെസ്സൊക്കെ കയറിക്കോട്ടെ, ഇതാക്കിക്കോട്ടെ, എന്താ വെച്ചാൽ അതൊക്കെ എനിക്ക് വേണം. അതൊക്കെ അങ്ങനത്തെ മൂമെൻറ്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോങ്ങിയിരുന്ന് കരയുണ്ടാവും. പക്ഷെ എന്നാലും എ പാർട്ട് ഓഫ് പീസ് ലൈക്ക് റിയലി എൻജോയിങ് ഇറ്റ്. ആ ഒരു ഇമോഷനും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ എനിക്ക് നല്ല മോളിൽ പോയിരുന്ന് കരയേണ്ടിയിരുന്നു. അതിനാണ് ഞാൻ വന്നത്. പക്ഷെ അവിടത്തേക്ക് ഞാനത് മറന്നു. ലിറ്ററലി ഞാൻ കരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അവിടെ പോയിട്ട് ഞാൻ മറന്നു പോകുന്നു. ഇനി എന്താ ചെയ്യുക, ഇനി കയറണം. പക്ഷെ നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മനസ്സിനൊരു സമാധാനമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് അങ്ങോട്ട് വന്ന സാധനം വരെ അങ്ങനത്തെ എനിക്ക് ഇടങ്ങേർ പിടിച്ച സാധനം വരെ അവിടത്തേക്ക് ഞാൻ മറന്നുപോയി. അതാണ് മൗണ്ടൻസ് ക്യാൻ ലിറ്ററലി ഹീൽ യു. അവിടത്തേക്ക് ഫുൾ ഹാപ്പി ആയിരുന്നു. ലൈക്ക് എനിക്കിപ്പോഴാണ് റിയലൈസേഷൻ അടിക്കണം. വാവ്, കൊള്ളാം, നല്ല മെഡിസിനല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം എന്നാലും ഇവിടെ ഒന്ന് റെഡി ആവും. പക്ഷേ ഇത് ഇനിയൊരു പോയിന്റ് വരും, ഭയങ്കര ഇടങ്ങാറാവണ പോയിന്റ്. അപ്പം ഇനി ഇവിടെ വന്നാലൊന്നും റെഡി ആവില്ല. അപ്പോൾ അതെനിക്ക് അടുത്ത ലെസൺ ആക്കിയിട്ട് അത് വെക്കും. അറിയാം ഇങ്ങനെയാണ് ഉണ്ടാവുക, എനിക്കറിയാം. പക്ഷെ എന്താണെങ്കിലും ഇൻ ദിസ് മൊമെന്റ് ഇപ്പം എനിക്കത് നോക്കണ്ടല്ലോ. ഇപ്പം അപ്പോഴത്തെ കാര്യം നോക്കാതല്ലേ. ഇപ്പോഴേലും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക്സ്. ഈ മലയാളമൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മല കയറുമ്പോൾ നമ്മൾ കരുതും, ഈ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കരുതും ഓക്കെ ഇതാണ് ഏറ്റവും വലിയ മല. അത് കയറുമ്പോൾ അതിൻ്റെ ഒപ്പത്ത് നമുക്ക് അടുത്ത മല കാണാം. അപ്പോൾ നമ്മളത് കയറും. അങ്ങനെ പോയി അത് കയറുമ്പോൾ അതിൻ്റെ അടുത്ത് വേറെ ഉണ്ടാകും. ഇനി ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വേറെ ഉണ്ടാകും. അതാവൂല. ഹിമാലയസ് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിൽ വേറെ മല കണ്ടു, ഇനി അതിൻ്റെ ബാക്കിൽ വേറെ മല ഉണ്ടാവും. അത് അവിടെ വേറെ വലിയൊരു സാധനം അത് ഇനിയുണ്ട്. അത് മേഘമായിട്ട് കാണാത്ത ഇങ്ങനെതാ ഇത് ഇവിടെ വേറെ തന്നെ സീനാണ്. ഹിമാലയാസ് സീൻ തന്നെയാണ്. ഞാൻ രാവിലെ അവിടെ ഉള്ള ഏതോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. താഴത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ അടിക്കട്ടെ. ഓക്കെ ബൈ. സംസാരിക്കാൻ കൂടി തോന്നില്ല, അത്ര പീസ്ഫുള്ളാണ്. നോക്ക്, എനിക്ക് വീണ്ടും വെയിൽസിനെ കാണണ്ടോ. ഇതാ ഹെഡ്, ഇതാ കണ്ടോ, ഇവിടെ ഒരു വെയില്, അത് അവിടെ അടുത്ത വെയില് കണ്ടോ. 2 വെയിൽസ് നീന്തണം ആകാശത്ത്. ഇപ്പോൾ തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ എല്ലാവരും അതേമാതിരി തോന്നില്ല. അതാണ് അതേമാതിരി കാര്യത്തേക്കുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടാലും വെയിൽസിൻ്റെ മാതിരി തോന്നും. എൻ്റെ ബ്രെയിൻ അങ്ങനെയാണ് പോകാവണേ. ഇതാണ് ഇവിടെ രാത്രിയുള്ള വ്യൂ കണ്ടോ. സ്നോ മാത്രം വൈറ്റായി ഇങ്ങനെ കാണണേ. അയ്യോ, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. ഇതാ ഫുഡ്. കുറേ സ്റ്റാർസ് ഉണ്ടാക്കും. ഞാൻ ഇവിടെ ഒറ്റക്കാ. താഴത്ത് ഇവിടുത്തെ ഇതിൻ്റെ 2 ഓണേഴ്സും ഉണ്ട്. ഞാൻ ഒറ്റക്ക അവിടെ പോയാൽ നല്ല രസമാണ്. ഞാൻ നടക്കലും കൂടി ഇല്ല. ഈ ഡോറൊന്നും നടക്കൂല. ഇതൊന്നും ലോക്കലും കൂടി ഇല്ല. അങ്ങനെ കടന്നുറങ്ങൽ. ഇതിൻ്റെ ലോക്കിന് എന്തോ കേടാണ്. അപ്പോൾ പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ അങ്ങനെ കിടക്കുന്നുറക്കണേനൊന്നും ഒരു പേടിയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ ടൈമായി. നല്ല ടയർഡായിട്ടുള്ള കുഴങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നല്ല കുഴങ്ങിയിട്ടുള്ള. അയ്യോ, നല്ലൊരു ദിവസമായിരുന്നു.
ഞാൻ ചെയ്യുമെന്ന് കരുതാത്ത എല്ലാതും ഞാൻ ചെയ്തു, ഞാൻ ചെയ്യുമെന്ന് കരുതിയതൊന്നും ഞാൻ ചെയ്തില്ല. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. പക്ഷേ അടിപൊളിയായി. അല്ലെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കരുതണമൊന്നും നടക്കില്ല. അല്ല വേറെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും, അതൊക്കെ അങ്ങോട്ട് നടക്കും. പക്ഷെ നമ്മൾ കരുതിനേക്കാളും അടിപൊളി കാര്യങ്ങളേക്കാരം അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ നേരത്തെ മുമ്പത്തെ ഷോട്ട് കുറേ മുമ്പ് ഇട്ടത്, അതിന് ശേഷം ഞാൻ വെറുതെ ഇത് കൂടി തരാപാരം നടക്കുന്നു. അങ്ങനെ അവിടെ ഇവിടെ മൂലയിലെ പോയിരുന്നിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡ് ചെയ്യുന്നു ഇവിടെ, നല്ല ഫുഡ് കിട്ടും, നല്ല ഹെൽത്തി നല്ല ഫുഡ് കിട്ടും ഇവിടെ. കുറച്ച് ദിവസം നിന്നാൽ തടിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് നല്ല ഹെൽത്തി ആയി തിരിച്ചു പോവാം. പക്ഷെ കോളേജൊക്കെ അല്ലേ, അങ്ങനെ എപ്പോഴും ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. ഇനി ലീവ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് ഇടയ്ക്ക് കയറണോ. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്, ബൈ. നിങ്ങൾ വരുവാണ്ടേ, ഇതൊക്കെ വന്ന് കാണുകൊണ്ടേ, ട്രൈ ആക്കുകൊണ്ടേ വരാൻ. ഇൻഷാല്ല നേരെ പ്രാർത്ഥിക്കുക, നേരെ വർക്ക് ചെയ്യുക. മെയിൻലി നാട്ടിൽ നിന്നൊക്കെ പോയി പഠിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ എന്നാൽ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കുറച്ച് പോകണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ നല്ലോണം പോകാം. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ആ ഒരു ഇതിൽ നിന്ന് ബബിളിൽ നിന്ന് പുറത്തു തരാൻ നോക്കിയും പണിയാണെന്നറിയാം. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് വിട്ട് ചിലപ്പോൾ എൻ്റെ വീട്ടിലത്തെ കേസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ വലിയ കഥയാണ്, അതിനെ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് പറയാനുള്ള എനർജി ഒന്നുമില്ല, ഞാൻ കുഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ പിന്നെ എപ്പോഴേലും ഇതാക്കാം. അപ്പോൾ ശരി, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഷുഡ് ഐ ഡോണ്ട് നോ, ബൈ ബൈ.